നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. ആ ശ്രീനാരായണ ഗുരുവിൽ തുടങ്ങി പ്രവാചകനെ കുറിച്ചുള്ള കവിത മലയാളത്തിൽ തുടങ്ങുന്നു. തുടർന്നു വന്ന കവികൾ ഒന്നോ രണ്ടോ കവിതകൾ ഓരോ വർഷങ്ങളിൽ എഴുതി ഇത്രയും കാലം ഇങ്ങനെ കടന്നു പോവുകയും അതിനിടയ്ക്കാണ് മീം രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ മലയാള കവിതയെ നോക്കിക്കാണുമ്പോൾ അതിനെ ചരിത്രപരമായി കൂടി കാണുന്ന ആളുകളാണ്. അപ്പൊ മീമിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു വർഷം 100 പ്രവാചക കവിതകൾ അത് മലയാള കവിതയ്ക്ക് സംഭാവന ചെയ്യുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് 400 കവിതകൾ. അത് ചെറിയൊരു കാര്യമല്ല. ഇവയെല്ലാം ക്രോഡീകരിക്കപ്പെടുകയും ഒരുമിച്ച് ആസ്വാദകന് ലഭ്യമാക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ചരിത്ര സംഭവമായിട്ട് മാറും. അതിൻ്റെ ഭാഗമായാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ യുഗത്തിൽ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ മനുഷ്യനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുന്ന, കോട്ടം തട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഏതൊക്കെ തരത്തിലാണ് മനുഷ്യത്വത്തെയും മനുഷ്യനെയും നിന്ദിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത്? പലതരത്തിൽ. അത് ട്രോളുകളെന്ന് മാത്രമല്ല, റീൽസുകളെന്ന് മാത്രമല്ല, വാർത്തകളായും വികലമായ ചരിത്രങ്ങളായും അങ്ങനെ പലതരത്തിൽ മനുഷ്യന്റെ അന്തസ്സിന്, വ്യക്തിത്വത്തിന് കോട്ടം തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കവിതയ്ക്ക് ആമുഖമായിട്ട് ഈ മനുഷ്യാന്തസ്സുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആലോചിക്കുമ്പോൾ പ്രവാചക ജീവിതത്തിൽ നിന്ന് ഏത് കാര്യമാണ് ഇതിന് മാതൃകയായിട്ടുള്ളത് എന്ന് ചിന്തിച്ചു. സത്യത്തിൽ മനുഷ്യന്റെ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ മൂല്യങ്ങളും ഏറ്റവും ഊർജ്ജസ്വലമായി നിന്ന ഒരു കാലഘട്ടമാണ് മുഹമ്മദ് നബിയുടെ ഭരണകാലം എന്ന് പറയുന്നത്. അതിനു മുമ്പോ അതിനുശേഷമോ അത്ര തേജസ്സോടുകൂടി മാനുഷിക മൂല്യം ഒരാളിലും തെളിഞ്ഞു കണ്ടിട്ടില്ല. എല്ലാ മൂല്യങ്ങളും, ചില മൂല്യങ്ങൾ മാത്രം ബാക്കി പലരും ഉണ്ടാവാം. മനുഷ്യന്റെ അന്തസ്, വ്യക്തിത്വം എന്ന കാര്യം, വ്യക്തിത്വം എന്നത് സത്യത്തിൽ ആ പേഴ്സണാലിറ്റി എന്ന വാക്ക് അധികം പഴക്കമുള്ള വാക്കല്ല. വാക്കിന്റെ എറ്റിമോളജിയൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുക ഏറ്റവും കൂടി പോയാൽ 14-ാം നൂറ്റാണ്ട് വരെയാണ്. 17-ാം നൂറ്റാണ്ടിൽ ലാറ്റിൽ നിന്ന് ഫ്രഞ്ചിലെത്തിയ ഒരു വാക്കാണ് ഈ പേഴ്സണാലിറ്റി, അതായത് വ്യക്തിത്വം എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമാണ് നമ്മൾ മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഈ ആധുനിക സമൂഹം സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയത്. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന്. അങ്ങനെ നവോത്ഥാനം കൊണ്ട് ഉന്നതിയിലെത്തിയ, വിദ്യാഭ്യാസം നേടിയ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. നമുക്ക് ഈ നവോത്ഥാനം കിട്ടിയത് സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം മുതൽക്കാണ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മുടെ സമൂഹം, ഇന്ത്യൻ സമൂഹം ഇങ്ങനെ ഇന്നത്തെ രീതിയിൽ വികസിച്ചത്. ഇത് നമ്മുടെ ഇന്നത്തെ പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ
പ്രവാചകന്റെ ജീവിതത്തിൽ ഇതിന് വല്ല മാതൃകകളുമുണ്ടോ എന്ന അന്വേഷണത്തിലാണ് എൻ്റെ കവിത തുടങ്ങുന്നത്. മാനുഷിക മൂല്യങ്ങളും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഓർമ്മയിൽ വരുന്ന ഒരാൾ കൂടിയുണ്ട്. അത് ബിലാലാണ്. ഏറ്റവും വിശ്വസ്തനായ അനുയായി ആയിരുന്ന ബിലാലും പ്രവാചകനും എന്ന കവിതയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു കാര്യമാണ് നബി തിരുമേനി ബിലാലിനോട് ചെയ്തത്. മനുഷ്യന്റെ അന്തസ്സും വ്യക്തിത്വവും ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തി. ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം മനുഷ്യന്റെ മോചനത്തെക്കുറിച്ചോ മനുഷ്യന്റെ ഉന്നമനത്തെക്കുറിച്ചോ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചരിത്ര സത്യം വിസ്മരിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ എന്ന് അവസാനിക്കുന്നു അന്ന് വരെ അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഈ ചരിത്ര സത്യം അയാളുടെ കൂടെ ഉണ്ടാകും. പ്രവാചകനും ബിലാലും. എൻ്റെ ആത്മഭാഷണം എന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. പ്രവാചകരെ, ഞാൻ ആദ്യമായി കണ്ട മനുഷ്യൻ അങ്ങല്ലാതെ മറ്റാരുമല്ല. അതുവരെ ഞാൻ ഉടമകളെയും അടിമകളെയും മാത്രമേ കണ്ടിരുന്നുള്ളൂ. പ്രവാചകരെ, ഞാൻ ആദ്യമായി കണ്ട മനുഷ്യൻ അങ്ങല്ലാതെ മറ്റാരുമല്ല. അതുവരെ ഞാൻ ഉടമകളെയും അടിമകളെയും മാത്രമേ കണ്ടിരുന്നുള്ളൂ. മനുഷ്യത്വം എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഉടലിലൂടെ മനുഷ്യന്റെ എല്ലാ ക്രൂരതകളും കയറിയിറങ്ങി. കുടിലതയുടെ ഋതുക്കൾ മാറി മാറി വരുന്ന ഭൂമിയായിരുന്നു ഞാൻ. എൻ്റെ പേര് ബിലാൽ. അടിമകളിൽ നരകയാതനയേറ്റവന്റെ ആൾ രൂപം. എൻ്റെ പേര് ബിലാൽ. അടിമകളിൽ നരകയാതനയേറ്റവന്റെ ആൾ രൂപം. ദൈവം തന്ന കറുത്ത ഉടലിൽ എൻ്റെ വംശമുദ്രകളിൽ നിറമുള്ളവന്റെ ചാട്ടവാറടിയും പരിഹാസവും ഏറ്റുപുളഞ്ഞവൻ. പ്രവാചകരെ, അങ്ങയെ കാണും വരെ സമത്വവും സമഭാവനയും എനിക്കന്യമായിരുന്നു. പ്രവാചകരെ, അങ്ങയെ കാണും വരെ സമത്വവും സമഭാവനയും എനിക്കന്യമായിരുന്നു. ഞാൻ അങ്ങയിൽ വിശ്വസിച്ചു, അഹദായവന്റെ മതം സ്വീകരിച്ചു. സഹനവും വിശ്വാസവും കൊണ്ട് നെഞ്ചിലേറ്റ ഏതു തീപ്പൊരിയും എനിക്ക് പൂവിതലായി. സഹനവും വിശ്വാസവും കൊണ്ട് നെഞ്ചിലേറ്റ ഏതു തീപ്പൊരിയും എനിക്ക് പൂവിതലായി. മരുഭൂമിയിലെ മണൽത്തരികളുടെ തീനാവുകൾ എൻ്റെ നഗ്നദേഹം നക്കിയെടുക്കുമ്പോൾ, ഉടമയുടെ അഹങ്കാരത്തിന്റെ പാറക്കല്ല് എൻ്റെ നെഞ്ചിൽ അമർന്ന് കനക്കുമ്പോൾ, തൗഹീദ് എൻ്റെ ജീവന് കാവൽ നിന്നു. മണൽത്തരികളുടെ തീനാവുകൾ എൻ്റെ നഗ്നദേഹം നക്കിയെടുക്കുമ്പോൾ, ഉടമയുടെ അഹങ്കാരത്തിന്റെ പാറക്കല്ല് എൻ്റെ നെഞ്ചിൽ അമർന്ന് കനക്കുമ്പോൾ, തൗഹീദ് എൻ്റെ ജീവന് കാവൽ നിന്നു. വെറുമൊരു അടിമയായി ഉടമയുടെ ചവിട്ടേറ്റ് നരകിച്ചു മരിക്കേണ്ട ഞാൻ മുഅദ്ദിനായി ബാങ്കൊലി മുഴക്കി. അതുവരെ എൻ്റെ ശബ്ദം ഉയരാൻ ആരും അനുവദിച്ചിരുന്നില്ല. വെറുമൊരു അടിമയായി ഉടമയുടെ ചവിട്ടേറ്റ് നരകിച്ചു മരിക്കേണ്ട ഞാൻ മുഅദ്ദിനായി ബാങ്കൊലി മുഴക്കി. അതുവരെ എൻ്റെ ശബ്ദമുയരാൻ ആരും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ കൈകളിൽ ചങ്ങലകൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് അടിമയെന്ന സ്ഥാനമുണ്ടായിരുന്നില്ല. ഞാൻ മനുഷ്യനായിരിക്കുന്നു.
പ്രവാചകരെ, ഒരു മനുഷ്യന്റെ എല്ലാ സ്ഥാനവും തന്ന് അങ്ങന്റെ അന്തസ് ഉയർത്തിയിരിക്കുന്നു. ഞാൻ ബിലാൽ, ഇരുട്ടിൽ ജനിച്ചവൻ, പ്രവാചകൻ എന്നെ തൊടും വരെ ക്രൂരതയുടെ കളിപ്പാട്ടമായിരുന്നവൻ. ഞാൻ ബിലാൽ, ഇരുട്ടിൽ ജനിച്ചവൻ, പ്രവാചക സ്നേഹം എന്നെ തൊടും വരെ ക്രൂരതയുടെ കളിപ്പാട്ടമായിരുന്നവൻ. ഞാൻ ബിലാൽ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായവൻ, പ്രവാചകന്റെ പ്രകാശത്തിൽ പ്രകാശിച്ചവൻ. ഞാൻ ബിലാൽ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായവൻ, പ്രവാചകന്റെ പ്രകാശത്തിൽ പ്രകാശിച്ചവൻ. നന്ദി. അസ്സലാമു അലൈക്കും.